Good evening to one and all. എൻ്റെ നെറ്റ് ഇഷ്യൂ കാരണം ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, ഓഡിയോയിൽ മാത്രമേ പറയുന്നുള്ളൂ. നെറ്റ് കിട്ടുന്നില്ല അവിടെ. ഞാൻ വീഡിയോ ഓൺ ആക്കിയാൽ ഭയങ്കര ക്ലിയർ ആവില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓഫ് ആക്കിയിട്ട് പറയുന്നത്. സോറി ഫോർ ദാറ്റ്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഉറവിന്റെ ഓരോ വെബിനാറിലും അറിവിന്റെ ഉറവകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും അറിവ് സമ്പാദിച്ചിട്ടാണ് നമ്മൾ പിരിയാറുള്ളത്. ഇന്നത്തെ അറിവ് പകരാനായി വന്നിരിക്കുന്ന ദീപ്തി മാമാണ്. അറിവ് നുകരാനായി എത്തിയിരിക്കുന്ന എല്ലാവരെയും വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യാനായി ഞാൻ KCTUവിന്റെ ജനറൽ സെക്രട്ടറി ആയ സൈജു സാറിനെ ക്ഷണിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഗുഡ് ഈവനിങ്. ഇന്ന് വളരെ മനോഹരമായ സായാഹ്നത്തിൽ നമ്മൾ ഉറവിന്റെ തീരത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്ന് 85ാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ദീപ്തി മാഡമാണ്. മാഡത്തിന്റെ ക്ലാസ് കേൾക്കാനായിട്ട് വളരെ ആകാംക്ഷപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഉറവിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ സലീന മാം, മാഡത്തിന് ഏറ്റവും ആദരപൂർവ്വം എല്ലാവരുടെയും അനുവാദത്തോടും കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ KCTUവിന്റെ ട്രഷറായിട്ടുള്ള പോൾ സാറിനെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇവിടെ തുടങ്ങുന്ന കാലം മുതൽ നിറയെ പുഞ്ചിരിയോടുകൂടിയും നമ്മളെല്ലാവരും കൂടി വളരെ അനുഭാവപൂർവ്വം പെരുമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സുന്ദരനും ചെറുപ്പക്കാരനുമായിട്ടുള്ള ഡോക്ടർ പി ജോസഫ് സാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇത്രയും നാൾ നമ്മളെ കൈപിടിച്ച് വളർത്തി ഇവിടെ എത്തിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തെയും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഈ വേദിയിൽ നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന ദീപ്തി മാഡമാണ്. മാഡത്തിന്റെ അറ്റ് ദ 11th hour, നമുക്ക് ടിപ്പ് ഓഫ് ദ മൊമെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ആ സമയത്തായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മാഡത്തിനെ അറിയാം. മാഡത്തിന് നമുക്ക് എല്ലാവർക്കും പലരും ക്ലാസ് കേട്ടിട്ടുണ്ടാവും. മാഡത്തിന്റെ ക്ലാസ് വളരെ മനോഹരമായ ക്ലാസ്സാണ്. മാഡത്തിന്റെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി തന്നെ ദീപ്തി മാഡത്തിനെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമുക്ക് ഈ വേദിയിൽ നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേര് ഇവിടെ വിളിച്ചു പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ പേരിൽ മനസ്സിലോർക്കുന്നു. നമ്മുടെ തഹസീൻ മാഡം ഉണ്ട്, നമ്മുടെ പ്രസാദ് സാറുണ്ട്, രഞ്ജിത മാഡം ഉണ്ട്, അങ്ങനെ ഔസിഫ് സാറുണ്ട്. എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് സ്നേഹത്തോടും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ജോൺ ബേബി സാറാണ്. സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ജയശ്രീ മാഡം ഉണ്ട്. മാഡത്തിനെയും സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി നമ്മുടെ എനർജറ്റിക് ആയ സലീന മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening one and all. Thank you ജയശ്രീ. ഇന്നത്തെ ഒരു ശരിക്കും പറഞ്ഞ മഴ നിറഞ്ഞ തണുത്ത ഒരു സായാഹ്നമാണ്. ഈ ഒറവിന്റെ 85ാമത് സീരീസ് ആണ്. 85 എന്ന് പറയുമ്പോൾ എത്ര വിഷയങ്ങളായിരിക്കും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക അല്ലെ. നമ്മൾ കൗൺസിലർമാരുടെയും ട്രെയിനർമാരുടെയും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളുമായിട്ട് ഇടപഴകുന്ന നമുക്ക് ഇവരെ അതുമായിട്ട് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കുട്ടികളെ വളർത്താൻ കൂടി വേണമെങ്കിൽ നമ്മൾ സഹായം കൊടുക്കേണ്ടുന്ന അവസ്ഥയിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തില് ട്രെയിനർമാരുടെയും കൗൺസിലർമാരുടെയും ഒരു പ്രാധാന്യം വലുതാണ്. അപ്പൊ ഓരോ വിഷയങ്ങളും അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇന്നിപ്പോ മാം എത്തിയിരിക്കുന്നത് 11th hour എന്നുള്ളത് ടൈം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ടാസ്കുകൾ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്, അവർക്ക് അത് ഒരുപാട് പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ്.
ഈ ക്ലാസ്സിലേക്ക് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ക്ലാസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു മാം. ഉറവിന്റെ ഇന്നത്തെ ട്രെയിനേഴ്സ് ഇൻട്രഡക്ഷനായി വന്നിരിക്കുന്നത് ജോൺ ബേബി സാറാണ്. സാറിന് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയും പറഞ്ഞ ഒരൊറ്റ സമയത്ത് അതിനെന്താ ഞാൻ ചെയ്യാലോ എന്നുള്ളൊരു വളരെ സന്തോഷത്തോടു കൂടിയുള്ള സാറിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് വളരെ ആശ്വാസം നൽകുന്നതായിരുന്നു. ട്രെയിനേഴ്സിന്റെ ഇൻട്രഡക്ഷൻ നൽകാനായി ഞാൻ ജോൺ കെ ബേബി സാറിനെ ക്ഷണിച്ചു. Yeah, sorry, 1 minute. പ്രിയ പ്രസിഡന്റ് സെലീന മാഡം, മറ്റ് ഭാരവാഹികളെ, കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, KCC-ന്റെ എല്ലാ മെമ്പേഴ്സും, ഇന്നത്തെ നമ്മുടെ സ്പീക്കർ ഇറ്റ്സ് എ വെരി വെരി വെഴ്സറ്റൈൽ പേഴ്സണാലിറ്റി. പറയുവാനാണെങ്കിൽ വളരെയധികം ഉണ്ട്. അത് മുഴുവനും പറയാൻ പോയാൽ നമ്മുടെ 1 മണിക്കൂർ തീർക്കാനുള്ള പ്രോഗ്രാം ചിലപ്പോൾ നീണ്ടുപോകും. അതിനെ ഞാൻ പറ്റുന്ന രീതിയിൽ വെട്ടിക്കുറിച്ച് പറയാൻ പോവുകയാണ്. ദീപ്തി EP പ്രൊവിഡൻസ് കോളേജിൽ നിന്നും ഫിസിക്സിൽ ബിരുദം വാങ്ങുകയും ഏറ്റുമാനൂരിലെ മംഗളം കോളേജിൽ നിന്ന് BEd പൂർത്തിയാക്കി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റൽ അസിസ്റ്റന്റായി 4 വർഷം ജോലി ചെയ്യുകയും ചെയ്തതിനു ശേഷം അധ്യാപനത്തോടുള്ള അഭിനിവേശം കാരണം കേന്ദ്ര ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്ത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ റിസോഴ്സ്ഫുൾ, ഇത്ര എനർജറ്റിക്, ഇത്ര ഹാർഡ് വർക്കിംഗ് ദീപ്തി ഈ കാലഘട്ടത്തിൽ MCA, MA സോഷ്യോളജി എന്നീ ബിരുദാനന്തര ബിരുദങ്ങളും MA സോഷ്യോളജിയിലും നെറ്റ് യോഗ്യതയും ഡിപ്ലോമ എന്നീ യോഗ്യതകളും നേടി. പറയഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിക. ഇപ്പോൾ പന്തലയാനി ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്ററായി ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു വരുന്നു. അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിൽ ഗവേഷണം ചെയ്തു വരുന്നു. 2023 സംസ്ഥാന കരിക്കുലം റിവിഷൻ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ആകാശവാണിയിൽ ശാസ്ത്ര കൗതുകം പരിപാടി അവതരിപ്പിച്ചു വരുന്നു. അധ്യാപിക പരിശീലനത്തിനുള്ള സ്റ്റേറ്റ് നടത്തിവരുന്ന പ്രഥമ റിസോഴ്സ് ഗ്രൂപ്പ് അധ്യാപക പരിശീലനത്തിനുള്ള സ്റ്റേറ്റ് നടത്തിവരുന്ന പ്രഥമ ബാലസാഹിത്യകൃതി അധ്യാപകർക്കുള്ള സ്റ്റേറ്റ് റിസർവ് ഗ്രൂപ്പിൽ അംഗമായി ഒരു മോട്ടിവേഷൻ ട്രെയിനറായി വിവിധ തരം ട്രെയിനിങ്ങുകൾ നടത്തി വരുന്നു. പ്രഥമ ബാല സാഹിത്യകൃതി ദേവൂട്ടി 2022 ജൂൺ 5 പ്രസിദ്ധീകരിച്ചു. ഇതിന് ഭാഷാശ്രീയുടെ UA ഖാദർ പുരസ്കാരം, ഫ്രീഡം 50യുടെ കുഞ്ഞുണ്ണി പുരസ്കാരം, പാറ്റ് ടാഗോർ അവാർഡ് എന്നിവ ലഭിച്ചു. ആനുകാലികങ്ങളിലും ഓൺലൈൻ മാഗസിനുകളിലും കഥകളും കവിതകളും എഴുതുന്നു. റേഡിയോ ലൂക്കയിൽ പ്രൊഡക്ട്സ് ചെയ്യുന്നു. ഗുരുദേവൻ സ്മാരക വായനശാലയുടെ വനിതാ വേദിയുടെ ചെയർപേഴ്സൺ ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള സ്ത്രീ ചേതന എന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. പോസിറ്റീവ് കമ്മ്യൂൺ എന്ന ട്രെയിനർമാരുടെ സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഭർത്താവ് ഷൈജീവ് KV, മക്കൾ കാർത്തിക, ദേവനന്ദ, കോഴിക്കോട് വെസ്റ്റ് ജില്ലയിൽ കാർത്തികയിൽ താമസം. I hope all of you got some rough idea about our versatile speaker. Thank you all. Thank you, sir.
ദീപ്തി മാം ഒരു വെർസറ്റൈൽ പേഴ്സണാലിറ്റി തന്നെയാണെന്ന് നമുക്ക് ഇതോടകം ജോൺ കെ ബേബി സാർ പറഞ്ഞതിന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാമിന്റെ വിലയേറിയ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. മാം. താങ്ക് യു സർ, താങ്ക് യു ഓൾ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണല്ലോ. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ഈ ഉറവിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിമനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. 34ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. വളരെ ലളിതമാണെങ്കിലും നമ്മളെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്ത് കളയുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ട് അതിനകത്ത്. അതില് 1ാമത്തെ ചാപ്റ്റർ ഈ അടുത്ത ദിവസം ഞാൻ വായിച്ചതാ. മുമ്പ് മുഴുവൻ വായിച്ചതായിരുന്നു. വീണ്ടും വായിക്കണം തോന്നിയപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു പുസ്തകം വാങ്ങിച്ച് ഒന്നുകൂടി വായിച്ചു നോക്കിയപ്പോ ആദ്യത്തെ കഥ കുംഭസാരം എന്ന കഥ വായിച്ചു. അതിന്റെ പിറ്റേ ദിവസമാണ് എന്നോട് ഒരു ക്ലാസ് എടുക്കാൻ, ഈ ഡേറ്റിൽ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഈ കുംഭസാരം എന്നുള്ള കഥ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഈ കഥയില് നമ്മളെ കഥാകൃത്ത് ജോസഫ് അന്നംകുട്ടി ജോസ്, അദ്ദേഹം ഒരു ചായക്കടയിൽ വന്നിട്ട് അന്വേഷിക്കാണ്, ഒരു അച്ഛനെ കുറിച്ച് അന്വേഷിക്കുക. ഈ പള്ളിയില് എനിക്കൊന്ന് കുംഭസാരിക്കണം, അതിന് ഇവിടെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോ പിന്നെ അയാള് മനസ്സിൽ ഓർക്കുക, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോ സ്വർഗത്തിൽ സന്തോഷം കൂടുന്നു എന്നല്ലേ, അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കുംഭസാരിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. തൊട്ടടുത്തുള്ള ഒരു സെമിനാറിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു അച്ഛനെ കാണുന്നു. ജോസഫ് അന്നംകുട്ടി ജോസഫ് പറയുന്നത് ഇതൊരു യോയോ അച്ഛനാണെന്നാണ്. കാരണം അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിനക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് പോകണോ, നമുക്ക് ഇവിടെ ഇന്ന് കുമ്പസാരിച്ചാ പോരെ എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു, മകൻ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ജോസഫ് പറയുന്നത്, ഞാന് ഇപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്, എനിക്ക് +2 നല്ല 92% മാർക്ക് ഉണ്ട്. പക്ഷെ എന്റെ കഴിഞ്ഞ സെമ്മ് പരീക്ഷയിൽ ആകെ 52% മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാന് നന്നായിട്ട് ഉഴപ്പുന്നുണ്ട്. എന്റെ ഏട്ടനാണ് എന്നെ ബാംഗ്ലൂരിലുള്ള ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തിട്ടുള്ളത്. അപ്പൊ അവരെനിക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പഠിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചു, അല്ല മകനെ, നീ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലതും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പൊ അവൻ പറയാണ്, എന്റെ പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ അച്ഛോ സമയം. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആകെ സ്ട്രെസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കുമ്പസാരിക്കാം എന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയാം. അപ്പൊ അച്ഛൻ അദ്ദേഹത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാം. അതായത് ബൈബിളിലുള്ള ഒരു ബൈബിളിലുള്ള കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്നുള്ള കഥ. ആ കഥ എങ്ങനെയാണ്? പിന്നെ ഒരു മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണിക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പൊ തോട്ടമുടമ രാവിലെ വരുമ്പോ അവരോട് നിങ്ങൾക്ക് എത്രയാ കൂലി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരെയായിട്ട് ജോലിക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് രാവിലെ മുതലേ പണിക്കാർ വരുന്നുണ്ട്, ഉച്ചയായിട്ടും പണിക്കാർ വന്നു, വൈകുന്നേരം ആയപ്പോഴും പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഓരോരുത്തരോടും പൈസയൊക്കെ ചോദിച്ച് എല്ലാവർക്കും വൈകുന്നേരം ആയപ്പോ എല്ലാവർക്കും കൂലി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഈ രാവിലെ വന്ന പണിക്കാര് പറയാണ്, ഇതെന്താ അച്ഛൻ ഇങ്ങനെ ചെയ്തത്? തോട്ടമുടമയോടെ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന അതേ കൂലി തന്നെയാണ് ഈ അവസാന നിമിഷത്തിൽ വന്ന ആൾക്കാർക്കും കൊടുത്തിട്ടുള്ളത്, ഇത് ന്യായാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ച് പണിക്കാരോട് ചോദിക്കാവോ, തോട്ടമുടമ ചോദിക്കാം, നിങ്ങൾ ചോദിച്ച പണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പിന്നെ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കണമെന്ന് ഞാനാണ് വിചാരിക്കുന്നത്. അപ്പൊ അച്ഛൻ ഈ ജോസഫിനോട് പറയാം, മോനെ, നീ നമ്മുടെ ഈ തോട്ടമുടമയെ പോലെയാണ് നമ്മളുടെ ദൈവവും. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരും. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, നീ ഒരു കാര്യം ചെയ്യും, ഇനി അങ്ങോട്ടേക്ക് പഠിക്കാൻ തുടങ്ങും. ഈ ഒരാഴ്ച നീ ഇത്രയും കാലം ഉഴപ്പിയ പോലെ ഉഴപ്പരുത്, പക്ഷെ ഈ ഒരാഴ്ച വെച്ച് നീ നന്നായിട്ട് പഠിച്ചു നോക്ക്, ചിലപ്പോൾ നീ രക്ഷപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ജോസഫ് പഠിക്കാൻ തുടങ്ങി. ജോസഫ് പരീക്ഷ എഴുതി. ജോസഫിന് പരീക്ഷയിൽ 94% മാർക്ക് കിട്ടി. അങ്ങനെ ഡിസ്റ്റിങ്ഷൻ കിട്ടി. ഏട്ടനും
മറ്റ് വീട്ടിലുള്ളവർക്കും സന്തോഷമായി അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോസഫിന് ഓർമ്മ വരിക, അയ്യോ ആ പള്ളിയിലച്ഛൻ അന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ പഠിച്ചത്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറയണ്ടേ. ഇതിനിടയിൽ പള്ളിയിലച്ഛൻ ഒരു കാര്യം കൂടെ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല്, നീ വിചാരിക്കും പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ MA ഇംഗ്ലീഷിന് പഠിക്കാം, എനിക്കൊരു പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്, ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ, ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് 2 പേർക്കും കൂടി ഒന്ന് ആഞ്ഞു പിടിക്കാം, ഞാനും ഒന്ന് ശ്രമിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു, അച്ഛനെ വിളിച്ചിട്ട് താൻ ജയിച്ച വിവരമൊക്കെ പറഞ്ഞു. കൂട്ടത്തില് ചോദിച്ചു, അല്ല അച്ഛന്റെ പേപ്പർ പ്രസന്റേഷൻ എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയാണ്, ഞാനത് പൊട്ടിയടാ, അത് ഇനിയും ഒരിക്കൽ കൂടി ഞാൻ എഴുതിയെടുക്കും എന്ന്. ഷട്ടിൽ കളിക്കുന്നതിന്റെ ഇടയിലാ പറയുന്നത്, അത് ഞാൻ എഴുതിയെടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് മിന്നി മാഞ്ഞു പോവുക. അപ്പൊ അതാണ് അറ്റ് ദ 11th hour. അറ്റ് ദ 11th hourല് ഒന്നുകിൽ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. തോൽക്കാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് അറ്റ് ദ 11th hourലേക്ക് പോവണോ വേണ്ടയോ എന്നൊന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് പേഴ്സണലൈസിങ് ടൈം മാനേജ്മെന്റ് ആണ്. പേഴ്സണലൈസിങ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് മുതല് മുതിർന്ന റിട്ടയർ ചെയ്ത ആളുകൾക്ക് വരെ ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ, പ്രധാനമാണല്ലോ. അപ്പൊ കൊച്ചു കുട്ടികളെ കുറിച്ചിട്ട് ഒരു എടപ്പാൾ സുബ്രഹ്മണ്യൻ എഴുതിയ ഒരു കവിത ഉണ്ട്. നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിന്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഊഞ്ഞാലാടാൻ ഇഷ്ടമല്ലേ, അല്ലേ? നിങ്ങളുടെ ആൻസർ പറയണേ. ഈ അടുത്ത കാലത്ത് വിത്തിൻ 1 month ഊഞ്ഞാലാടി ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഒന്ന് യെസ് ഓർ എന്ന് പറയണം കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? അതിന് നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഊഞ്ഞാലാടാൻ നമ്മുടെ വീടുകളിൽ ഊഞ്ഞാലുള്ളവരെ ആടിയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. മുരളിയേട്ടനൊക്കെ ആടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പേഴ്സണലൈസിങ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്? അവര് വിചാരിക്കുന്നത് എന്താണ്? ഓരോ എക്സാം കഴിയുമ്പോഴും കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, ഞാൻ ഈ തലേ ദിവസം പഠിച്ചതുപോലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് റാങ്ക് കിട്ടിയേനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പണ്ട്. അത്യാവശ്യം നന്നായി പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു, എന്നാലും കുറച്ചും കൂടെ പഠിക്കാമായിരുന്നു. ലാസ്റ്റ് ഡേയിലുള്ള ഒരു റഷൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. പിന്നെ ടൈം മാനേജ്മെന്റ് വരുന്നത് ജോബ് സീക്കേഴ്സിനാണ്. അവര് ജോലി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരാളെ കണ്ടപ്പോ പിന്നെ ഞാനിങ്ങനെ ചോദിച്ചു, നീ എത്ര കാലമായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കാന്ന്? അപ്പൊ പറഞ്ഞു 2 വർഷമായി. ആണോ? എന്നിട്ട് നീ ആ 2 വർഷം എന്ത് ചെയ്തു, വേറെ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ജോലി അന്വേഷിച്ചു നടന്നു. ശരിയാണോ അത്? ശരിക്കും ജോലി അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂട്ടത്തില് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാമായിരുന്നു, ഒരു കോഴ്സ് ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ജോലി അന്വേഷിച്ച് നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാഡം. കേൾക്കാം. പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? 8 മണിക്കൂറാണ് എനിക്ക് ജോലി, നീ 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങി വരാറുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 12 മണിക്കൂറും ജോലി ചെയ്യും എന്നൊക്കെ പറയും, വലിയ ക്രെഡിറ്റിൽ പറയും. പക്ഷെ ഈ ജോലി സ്ഥലത്തുള്ള ഓവർ സ്റ്റേലിനെ കുറിച്ചിട്ട് അബ്ദുൽ കലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് ജോലി സ്ഥലത്ത് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇൻഎഫിഷ്യന്റ് ആണെന്നാ. ജോലി സ്ഥലത്ത് നിന്ന് കറക്റ്റ് ടൈമിൽ ജോലി തീർത്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത് അവര് എഫിഷ്യന്റ് ആയിരിക്കും, രണ്ടാമത്തേത് അവർക്ക് നല്ലൊരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരിക്കും, മൂന്നാമത്തേത് അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും. ഇത് അല്ലാതെ ജോലി സ്ഥലത്ത് പിന്നെ ഒരുപാട് അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത് എന്നാണ് അബ്ദുൽ കലാം ചോദിക്കുന്നത്.
അതുകൊണ്ട് എല്ലാവരും ജോലി സ്ഥലത്ത് നിന്ന് കറക്റ്റ് ടൈമിന് ഇറങ്ങാൻ സാധിക്കണം. അത് കൂടാതെ നമുക്ക് ജോലി സ്ഥലത്ത് നിന്നൊക്കെ നമ്മളുടെ ജോലികൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞ ജോലികളാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു വെച്ചാൽ നമ്മൾക്ക് ഈ 8 hours കൊണ്ട് ചെയ്യേണ്ട ജോലികൾ നമുക്ക് അത് കുറച്ച് കൊണ്ടുവന്നിട്ട് ടൈം കുറെ നമുക്ക് എന്താ പറയാ ലാഭിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ലാഭിക്കുന്ന പിന്നെ സമയത്ത് നമുക്ക് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി റിട്ടയർ ചെയ്ത ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും, ഓ നിങ്ങൾ റിട്ടയർ ചെയ്തൂല്ലേ, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്യുന്നില്ല, ഇപ്പൊ ഞാൻ അങ്ങനെ ഇത്രയും കാലം ഓടി നടന്നതല്ലേ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയും അവര്. പക്ഷെ ചില ആൾക്കാരുണ്ട് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരിക്കും. പിന്നീടായിരിക്കും അവർ പുസ്തകം എഴുതുന്നത്, അവർക്ക് ഇഷ്ടമുള്ള കലകളിലൊക്കെ തെളിയുന്നത്, പിന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവർക്ക് പ്രായമാവേ ഇല്ല. അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ മാനേജ് ചെയ്ത് പോകും. അവരൊരിക്കലും ടയേർഡ് ആവുന്നില്ല, എപ്പോഴും അവര് നല്ല എനർജറ്റിക് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം മാനേജ്മെന്റ് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എത്ര നന്നായിട്ട് നമ്മൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾക്ക് ആകെ എത്ര അവേഴ്സ് ഉള്ളത്? 24 hours അല്ലെ? ഈ 24 hours-നെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതിനകത്ത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ 8 എന്ന് പറയാം. ഒരു 8 hour നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ മിക്കവാറും നമ്മളുടെ ഓഫീസ് ജോലികളാണ് ഉൾപ്പെടുന്നത്. നമ്മൾ ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്ന ആ 8 hours-നെയാണ് നമ്മൾ ശരിക്കും റെസ്പോൺസിബിൾ 8 എന്ന് പറയുന്നത്. അടുത്ത ഒരു 8 ആണ് പ്രധാനം, റീകണക്ട് 8 എന്ന് പറയാം. റീകണക്ട് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമാണത്. അതിനുശേഷം അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതിനുശേഷമുള്ളതും കൂടി പറയട്ടെ. റെജുവിനേറ്റ് 8 എന്ന് പറഞ്ഞിട്ട് ഒരു 8 hours ഉണ്ട് നമുക്ക്. ഈ റെജുവിനേറ്റ് 8 എന്ന് പറയുന്ന 8 hours നമ്മൾക്ക് എന്തിനുള്ളതാണ്? ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. നമുക്കറിയാം 8 മണിക്കൂർ ഉറങ്ങണം. 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ റെജുവിനേറ്റ് 8ഉം റെസ്പോൺസിബിൾ 8ഉം കഴിഞ്ഞിട്ടുള്ള ബാക്കി 8 hours ആണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത്. ഇത് രാവിലെ നമ്മൾ 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ 6 മണി മുതൽ 10 മണി വരെ ആകാം ചിലർക്ക്. അതിലൊരു 4 hour നമുക്ക് അങ്ങനെ കിട്ടി രാവിലെ. അത് കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ചിരുന്ന് വീണ്ടും ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെ നമുക്കൊരു 4 hours കിട്ടും. ഈ റീകണക്ട് 8-ല് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, നമ്മളുടെ സന്തോഷത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, നമ്മളുടെ ഗുഡ് ഫാമിലി ലൈഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള്, ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാവുന്നവ, പിന്നെ നമ്മളെ അടയാളപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീകണക്ട് 8 നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണ് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ റീകണക്ട് 8-നെ ഈ റെസ്പോൺസിബിൾ 8 പോയിട്ട് തിന്നു കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെ ഓവർ സ്റ്റേ അറ്റ് ദ ഓഫീസ്, അത് കൂടാതെ നമ്മൾ വീട്ടിൽ വന്നാല് ഫയലുമായിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് ആ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ പ്രിപ്പറേഷനൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയമൊക്കെ പോവുകയാണ്. ഫാമിലിന്റെ കൂടെ ഇരിക്കുന്ന സമയം, നമ്മൾക്ക് വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള സമയം, നമുക്ക് വല്ലതും പഠിക്കാനുള്ള സമയം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പോൺസിബിൾ 8ന്റെ കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നശിപ്പിച്ച് കളയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് റെയ്നർ മറിയ റിൽക്കെ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ട്. റെയ്നർ മറിയ റിൽക്കെ അവർ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഒരു പുവർ ലൈഫാണ് നയിക്കുന്നത്. വി ലീഡ് അവർ ലൈഫ് സോ പുവർലി. എന്തുകൊണ്ടാണ്? ബിക്കോസ് we arrive in the present always unprepared. നമ്മൾ എപ്പോഴും പ്രസന്റിൽ വന്ന് നിൽക്കുമ്പോൾ അൺപ്രിപ്പയർഡ് ആയിരിക്കും, ഇൻകേപ്പബിൾ ആയിരിക്കും, ആൻഡ് ടു ഡിസ്ട്രാക്റ്റഡ് ഫോർ എവ്രിതിങ്. ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പൊ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ സംസാരിക്കാനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു പോകാറുള്ളത്. ഇപ്പൊ ഒരു എഡ്യൂക്കേഷണൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നും ഫംഗ്ഷൻസാണ്. അതുകൊണ്ട്
ചിലപ്പോ ഒക്കെ സംസാരിക്കാൻ പോകുമ്പോൾ മുൻകൂട്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ ഒരു കോട്ട് കണ്ടപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ഇനി ആലോചിച്ചത്, കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇനി അടുത്ത ഒരു ഫംഗ്ഷനിൽ സംസാരിക്കാമെന്ന് ഞാൻ അപ്പോൾ തീരുമാനമെടുത്തു. ഈ ഒരു ക്ലാസ് തന്നെ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ PhD ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ അതിന്റെ വർക്ക് വളരെ ഡിലേഡ് ആയിട്ടാ പോകുന്നത്. അപ്പൊ ഏത് ടോപ്പിക് എടുക്കും എന്ന് തോന്നിയപ്പോ എനിക്ക് കൂടി കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടാകുന്ന തരത്തില് ഒരു ടോപ്പിക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാ. ചില കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും സമയം കണ്ടെത്താൻ നമ്മൾക്ക് കുറച്ച് മടിയാണ്. സമയം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ നമ്മൾ അതിന് കണ്ടെത്തില്ല. നമ്മളെ അത് അത്രത്തോളം അങ്ങോട്ടേക്ക് ത്രസിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. മറ്റൊരു കാരണം എന്താന്ന് വെച്ചാല് ഡിസ്ട്രാക്ഷൻ ഈ ഒരു കാലയളവിൽ ഇല്ലാത്തവരായിട്ട് ആരാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടോ, ഡിസ്ട്രാക്ഷൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ ഡിസ്ട്രാക്ഷൻ നമ്മളുടെ സമയത്തെ ഒരുപാട് കൊല്ലുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മള് പിന്നെ ഈ ഒരു ഏജിലെത്തിയ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ കിട്ടിയത് നന്നായി, അല്ലെങ്കിൽ പഠിത്തത്തിലൊക്കെ നന്നായിട്ട് ഉഴപ്പാനുള്ള ഒരു ചാൻസ് ആയിരുന്നു എന്ന്. കാരണം നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളോട് പറയല്ലോ, നിങ്ങൾ എപ്പോഴും ഫോണിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾക്കും എന്തുണ്ട്, ഫോണില് പിന്നെ നോക്കിയിരിക്കാനും റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനും ഒക്കെ നമ്മൾക്ക് എന്തുണ്ട്, നല്ല മടിയുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പ്ലാൻ ഇല്ലാതെ പോവുകയാണ്. നമ്മളുടെ ഓദർ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രസന്റില് നമ്മൾ അൺപ്രിപ്പയർഡ് ആയിട്ടും ഇൻകേപ്പബിൾ ആയിട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുവർ ലൈഫാണ് നയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മൾക്ക് എന്താവാം, പ്രസന്റിൽ പ്രിപ്പയർഡ് ആയിട്ട് പോകാം, പിന്നെ നല്ല രീതിയിൽ കേപ്പബിൾ ആയിട്ട് പോകുക. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മൾക്ക് പ്രസന്റിലേക്ക് പോകാൻ കഴിയുമോ എന്ന് നമുക്ക് ഒത്തൊരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ പോവാണ്. ഞാന് ഒരു 32 വയസ്സിലാണ് ഞാൻ എൻ്റെ PG ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ 3 PG ഒക്കെ വായിച്ചിട്ടില്ലേ. ആ 32 വയസ്സിൽ എൻ്റെ ചെറിയ മകൾക്ക് 2 വയസ്സായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രമുള്ള വീട്ടിലായിരുന്നു. ആ സമയത്താണ് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് എൻ്റെ മകളെ പിന്നെ ഡാൻസിന് ചേർത്തിയപ്പോൾ ഞാൻ അവളുടെ കൂടെ ഡാൻസിന് ചേർന്നു. പാട്ടിന് ചേർത്തിയപ്പോൾ ഞാൻ അവളുടെ കൂടെ പാട്ടിന് ചേർന്നു. അങ്ങനെ അവൾ എന്ത് ചെയ്തു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ടീച്ചറോട് ചീത്തയൊക്കെ കേട്ടപ്പോൾ അവള് ഡാൻസും ഒക്കെ നിർത്തി പോയി കളഞ്ഞു. പാട്ട് അവൾക്ക് ഇഷ്ടമില്ല എന്നും പറഞ്ഞു. പക്ഷെ ഞാൻ അതിലൊക്കെ എന്ത് ചെയ്തു, അരങ്ങേറ്റമൊക്കെ ചെയ്തു. മാം മ്യൂട്ടായി പോയിട്ടോ, മാം മ്യൂട്ടായി പോയി. ഓക്കെ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഈ കോൾ എങ്ങനെ ഇപ്പൊ വന്നു? ഓക്കെ, ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ അരങ്ങേറ്റമൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞു, മോഹിനിയാട്ടം പഠിച്ചു, പിന്നെ പാട്ട് അരങ്ങേറ്റം ചെയ്തു. പിന്നെ അവിടെ ഇരിക്കുന്ന മുരളിയേട്ടന്റെ കൂടെ ഞങ്ങള് കരോക്കെ ഒക്കെ പാടാനൊക്കെ, മുരളിയേട്ടൻ നല്ല ഗായകനാണ്. പിന്നെ കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അത്ര ഗായികം നല്ലല്ലോ പാടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചേരുകയാണ്. അങ്ങനെ പലതും പഠിച്ചു. കൗൺസിലിംഗ് പഠിച്ചു, പിന്നെ TA പഠിച്ചു, NLP പഠിച്ചു. ഇതെല്ലാം കൊറോണ കാലത്ത് പഠിക്കാൻ പറ്റിയതാ. പക്ഷെ അത് ഒരു 32 വയസ്സ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 10 വർഷക്കാലം നല്ല കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അന്നത്തെ ഒരു ഉത്സാഹമൊന്നും എനിക്കിപ്പോ ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ PhD ചെയ്യുന്ന കാര്യത്തില് ഒരു ഡിലേ വരുമ്പോഴാണ് എനിക്കത് തോന്നുന്നത്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ അതങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സോഷ്യൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മള് TV ഒക്കെ ഒരുപാട് സമയം വാച്ച് ചെയ്യുന്നത് ഒക്കെ നമ്മൾക്ക് പിന്നെ ഈ ഡിസ്ട്രാക്ഷന് കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വീട്ടിലിരുന്ന് ഒരു സ്വസ്ഥമായിട്ട് പുസ്തകം വായിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ലൈബ്രറി പോയിരുന്നിട്ട് വായിക്കുകയില്ല. അപ്പൊ വായന നമ്മൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു സൂത്രമാണ്, കിടക്കുമ്പോൾ ഫോൺ നോക്കുന്നതിന് പകരം തലയണേന്റെ അടുത്ത് കുറെ പുസ്തകങ്ങൾ അവിടെ വെക്കും. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന പുസ്തകങ്ങൾ എടുത്തു വെച്ചേക്കും. അപ്പം ഫോണും ഇതും കൂടെയുള്ള ഒരു തൂക്കത്തില് ആ പുസ്തകം മുന്നിൽ പോവുകയാണെങ്കിൽ വേഗം പുസ്തകം എടുത്ത് വായിച്ചിട്ട് കിടന്നുറങ്ങും. അങ്ങനെ കുറെ ട്രിക്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. ഇനി ടൈം മാനേജ്മെന്റിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടൈം മാനേജ്മെന്റ് ക്വാഡ്രന്റിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. മുമ്പുള്ള ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞിട്ട്, എല്ലാവരും ട്രെയിനേഴ്സ് ആയതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാനതൊന്ന് പറയട്ടെ. നമ്മളെ ടൈമിനെ നമ്മൾ 4 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ടൈം മാനേജ്മെന്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത്. അതില് പിന്നെ ഒരു സൈഡിൽ ഇമ്പോർട്ടന്റ് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, താഴെ ഏർജന്റ് നോട്ട് ഏർജന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നത് ഏർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ഭാഗമാണ് വരുന്നത്. ഏർജന്റ് ആണ്, പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ അപ്പെടുത്താലല്ലേ ആ ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കുറേ അരമണിക്കൂറോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മളുടെ സമയം പോകുന്നൊന്നും നമ്മൾ അറിയില്ല. അത് ഏർജന്റ് ആയിട്ട് വരുന്നതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് കോൾസും വരും, അത് വേറെ കാര്യം. അപ്പോൾ അത് ആ ഒരു ഭാഗത്തെ നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അതേപോലെയാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാല് ഏർജന്റ് ആണ്, അപ്പോൾ വന്ന മെസ്സേജ് നമ്മൾ അപ്പോൾ കാണണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അതത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിനെ നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നീട് സമയമുള്ളപ്പോൾ നോക്കാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി വേറെ അടുത്ത ഒരു ക്വാഡ്രന്റിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ നോട്ട് ഏർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ്. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ റീൽസ് കാണുന്നത് ഒരു ഏർജൻസിയും നമുക്ക് ഉണ്ടാവില്ല, ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. പിന്നെ TV-യിൽ ഈ ചാനൽ ന്യൂസ് കാണുന്നത് നമുക്കറിയാം. ഒരു ചാനൽ ന്യൂസ് നമ്മൾ കാണുമ്പോൾ ഒരേ സീൻ ഒരു 10-25 പ്രാവശ്യം വന്നാലും നമ്മൾ പിന്നെ അത് നോക്കിയിരിക്കും. നമ്മളെ സമയം മുഴുവനും നഷ്ടപ്പെട്ടു പോകൂലേ. അതേപോലെ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾക്ക് ഫോണ് പിന്നെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഓരോ 5 മിനിറ്റ്സിലും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കും. എന്തിന്റെ കാര്യമുള്ളത്? പ്രത്യേകിച്ച് പിന്നെ എന്തെങ്കിലും വന്നിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്കത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം. ഇങ്ങനെയുള്ള നോട്ട് ഏർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് ടൈം വേസ്റ്റ്. ഏർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല, പിന്നെ എന്തിനാ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് തുടങ്ങണം. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഏർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ഫയർ ഫൈറ്റിംഗ് എന്നാ പറയുന്നത്. ഒരു തീ അണയ്ക്കുന്ന അതേ ഒരു എന്താ പറയാ, അത്രയ്ക്കും ജാഗരൂകരായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വരാം, നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മളപ്പോ നമ്മളുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മൾ റെസ്പോൺസിബിൾ 8-ലായിരിക്കും, എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ കുതിക്കും അങ്ങോട്ടേക്ക്, അല്ലെ? അപ്പൊ ആ കാര്യം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ ആ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫയർ ഫൈറ്റിംഗ് എന്നുള്ള ഒരു മോഡിൽ നമ്മൾ പോകണം. നമ്മളെ എക്സാമിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു, ഇനിയും നമ്മൾ എന്ത് ചെയ്യരുത്, ജോസഫിനെ പോലെ നമ്മൾ ഉഴപ്പണോ? ഇല്ല. എന്താ, ഫയർ ഫൈറ്റിംഗ് മോഡിൽ പോണം നമ്മൾ, ഇല്ലെങ്കിൽ തോറ്റു പോകും, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, അല്ലെ? അപ്പോൾ അതാണ് ഫയർ ഫൈറ്റിംഗ്. പക്ഷെ ഫയർ ഫൈറ്റിംഗ് എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും മിടുക്കന്മാരാ, അതിൽ നമുക്ക് ഒരു പോരായ്മയില്ല. നമ്മൾ ലാസ്റ്റ് മൊമെന്റിലായാലും എല്ലാം ചെയ്യും. പിന്നെ കുടുംബത്തിലുള്ളവർക്ക് ആർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഓടിച്ചാടി പോയിട്ട് എന്ത് ചെയ്യും, അതൊക്കെ നമ്മൾ പരിഹരിച്ച് മിടുക്കന്മാരായിട്ട് തിരിച്ചു വരും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യം. അതാണ് ഈ 4ാമത്തെ ക്വാഡ്രന്റിൽ വരുന്നത്, ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ്. ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര അർജന്റ് ഒന്നുമല്ല. നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യയോടൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റാ. ഇപ്പൊ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും തിരക്കിലൊക്കെ ആയി പോയിട്ട് ഭാര്യനോടൊക്കെ സംസാരിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പിറ്റേ ദിവസം പറഞ്ഞാൽ മതിയോ, ഞാൻ ഇന്നലെ വലിയ തിരക്കിലായി പോയതുകൊണ്ടാന്നൊക്കെ. പക്ഷേ ഇത് പലപ്പോഴും നമ്മളുടെ റെസ്പോൺസിബിൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് കയറി വന്നിട്ട് നമ്മൾക്ക് ഒരു ദിവസം പോലും ശരിക്കും സംസാരിക്കാൻ സമയമില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, പിന്നെ നമ്മൾക്ക് ഒരുമിച്ച് പുറത്തു പോകാൻ സമയമില്ല. രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണോ നമ്മൾ ഭാര്യനോടോ ഭർത്താവിനോടൊക്കെ സംസാരിക്കേണ്ടതും കെട്ടിപ്പിടിക്കേണ്ടതൊക്കെ? അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലുള്ളൂ നമ്മളെ ഫാമിലി ലൈഫ് അങ്ങനെ മുന്നോട്ടേക്ക് പോകുള്ളൂ. നമുക്കറിയാം, നമ്മളെ ഏർലി ഫാമിലി ലൈഫിൽ നമ്മൾ ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും അട്രാക്ഷനിൽ നമ്മളുടെ ഹോർമോൺസ് നമ്മളങ്ങനെ അടുപ്പിച്ചു കൊണ്ടുപോകായിരുന്നു. ഹോർമോണൽ ലെവൽ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ സമയം കണ്ടെത്തി നമ്മളുടെ പാർട്ട്ണറുടെ കൂടെ ഇരിക്കണം. അതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് എന്നുള്ള ആ ഒരു ക്വാഡ്രന്റിൽ വരുന്നത്.
ക്വാളിറ്റി ടൈം എന്നാണ് അതിന്റെ പേര്. ക്വാളിറ്റി ടൈം. ഇത് മാത്രമല്ല ക്വാളിറ്റി ടൈമിൽ വരുന്നത്. നാളെ നമ്മൾ ആരാകണം, നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത് വലിയ പോസ്റ്റിലൊക്കെ എത്തി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ സൊസൈറ്റി അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുറിച്ച് ഒരു അഭിമാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇപ്പൊ സാർ എന്നെ കുറിച്ച് വായിച്ചപ്പോ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം വന്നപ്പോ തന്നെ എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴും പല സ്ഥലത്തും പോകേണ്ടി വരികയൊക്കെ ചെയ്യും. അപ്പൊ വീട്ടിലെല്ലാവർക്കും അറിയാം, ഇവള് എഴുത്തുകാരി ആയതുകൊണ്ട് ഇവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവള് പോകണം. അതുകൊണ്ട് ഇവര് ചിരിച്ചുകൊണ്ട് നീ പൊയ്ക്കോ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ എല്ലാവർക്കും മുഷിച്ചിലൊക്കെ കാണും അല്ലേ? അപ്പൊ നമ്മളെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ക്വാളിറ്റി ടൈം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും, നീ എന്തിനാ ദീപ്തി ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? നീ എന്തിനാ ഡാൻസ് പഠിക്കുന്നത്, അതിന്റെ കൂടെ പാട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ നീ ഫോക്കസ് ചെയ്യണം ഏതെങ്കിലും ഒന്നില്, എന്നാലേ ഉള്ളൂ നീ നന്നാവുള്ളൂ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പൊ പാട്ട് പാടുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാ. ഡാൻസ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ആഴ്ചയിൽ 1 മണിക്കൂറാണ് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത്. ആ സമയത്ത് പോകുന്നത് കൊണ്ട് തന്നെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഈ ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞാൽ വരുന്ന വേദനകളൊന്നും എന്നെ അലട്ടാറില്ല. ആ ഡാൻസിന്റെ അതിലൂടെയാണ്. അപ്പൊ അടുത്ത ദിവസം എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് ഷുഗർ വരാത്തത് ചിലപ്പോൾ നീ ഡാൻസ് പഠിക്കുന്നോണ്ടായിരിക്കും കേട്ടോ. സത്യമാണ്. എന്റെ അമ്മയ്ക്കൊക്കെ ചെറിയ പ്രായത്തിൽ ഷുഗർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷെ നമുക്കതൊരു ഓവർ ബേർഡൻ ആവാതെ നോക്കണം. നമ്മൾക്കത് എൻജോയ് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ടൈം നമുക്ക് ഉണ്ടാവണം. അതേപോലെ നമ്മളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾക്ക് ഫാമിലി കഴിഞ്ഞും നമുക്ക് പുറത്തും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതെല്ലാം നമ്മളുടെ ക്വാളിറ്റി ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നോട്ട് അർജന്റ് ആണെങ്കിൽ പോലും ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? സമയം കണ്ടെത്തുക തന്നെ വേണം. അതാണ് നമ്മളുടെ റീകണക്റ്റേറ്റിൽ വരുന്നത്. റീകണക്റ്റേറ്റിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ക്വാളിറ്റി ടൈമിൽ വരുന്നത്. അപ്പോൾ റീകണക്റ്റേറ്റിൽ സമയം കണ്ടെത്തുന്നവർ സന്തോഷവാന്മാരായിരിക്കും, യങ്ങായിരിക്കും. നമുക്കറിയാം, പിന്നെ നമ്മുടെ സിനിമാ നടന്മാരും നടികളും ഒക്കെ ഇത്ര യങ്ങാവാൻ കാരണം എന്തുകൊണ്ടാ? അവരുടെ പാഷനും അവരുടെ പ്രൊഫഷനും ഒന്ന് തന്നെയാണ്. അവർ ഏൺ ചെയ്യുന്നത് അവരുടെ പാഷനിലുള്ള പ്രൊഫഷനിലൂടെ ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും യങ്ങായിരിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾക്കൊന്നും അങ്ങനെ പറ്റണം എന്നൊന്നുമില്ല. ഓഫീസ് വർക്ക് വേറെ തന്നെ, നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊന്നായിരിക്കാം. ഞാനൊക്കെ ടീച്ചിങ് എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുട്ടികളോടുള്ള ആ കണക്ഷനും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ കഴിയാൻ എനിക്ക് പറ്റാറുണ്ട്. ഇനി നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടിയുള്ളൂ അല്ലേ? അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നോക്കാം. നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഈ ക്വാളിറ്റി ടൈം ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ റീകണക്റ്റേറ്റിൽ നമ്മൾക്ക് എങ്ങനെ നല്ല രീതിയിൽ നിൽക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാണ്. ഞാൻ കുറെയൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആദ്യത്തേതായിട്ട് ടൊമാറ്റോ ടൈമർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ടൊമാറ്റോ ടൈമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആപ്പും ഉണ്ട്. അതായത് നമ്മളിപ്പോ എല്ലാവരും, ഞങ്ങളൊക്കെ തന്നെ കൂട്ടത്തിലുള്ളവരൊക്കെ എന്നോട് പറയാറുണ്ട്, എനിക്കിപ്പോ വായിക്കാനൊന്നും തീരെ സമയമില്ല ദീപ്തി, ഞാനിപ്പോ ഒന്നും വായിക്കാറില്ല, പണ്ട് ഞാൻ എന്തൊരു വായനക്കാരി ആയിരുന്നോ എന്നൊക്കെ പറയും. അപ്പോ ശരിക്കും ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് സമയം കിട്ടാതെയൊക്കെ വരും. പക്ഷെ നമ്മൾ അങ്ങനെ വായന ഉപേക്ഷിക്കേണ്ടവരാണോ? അല്ലേ? നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് ഉപേക്ഷിക്കേണ്ടവരാണോ? അല്ല. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാച്ചാല്, ഈ ടൊമാറ്റോ ടൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവനിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കില്ലേ? അതൊരു ടൊമാറ്റോന്റെ ഷേപ്പിലായതുകൊണ്ട് ആ പേര് വന്നിരിക്കുന്നത്. അപ്പൊ 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ചങ്ക്സ് ഓഫ് ടൈം ആയിട്ട് നമ്മൾ ടൈമിനെ ഡിവൈഡ് ചെയ്യും. നമ്മൾ ഡിസൈഡ് ചെയ്യണം 20 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഫോർ 20 മിനിറ്റ്സ് ഞാൻ ഇന്ന് പുസ്തകം വായിക്കും എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കണം. എന്നിട്ട് അതിനൊരു ടൈമും കഴിയുമെങ്കിൽ വെക്കണം. എന്നിട്ട് ഈ 20 മിനിറ്റ്സ് നമുക്ക് എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വായിലൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20 മിനിറ്റ്സും കൂടെ അത് കൂട്ടിക്കൊണ്ടുവരാം. ഇനി 1 മണിക്കൂർ നിങ്ങൾക്ക് വായിക്കണോ? ഈ ടൈം എന്ത് ചെയ്താൽ മതി? 1 hour എവ്രി ഡേ ബിഫോർ സ്ലീപ്പ് ഞാൻ വായിക്കും എന്ന് തീരുമാനിച്ചു നോക്കൂ. നമ്മൾക്ക് വായിക്കാൻ പറ്റും. എല്ലാവരും വായിക്കൂ. ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറഞ്ഞ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കൂ.
റിലേഷൻഷിപ്പിൽ ഒക്കെ നമ്മൾ ഒരുപാട് മെച്ചപ്പെടുക പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ പുസ്തകങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ടൊമാറ്റോ ടൈമർ വെച്ചുകൊണ്ട് നമുക്ക് വായനയിലേക്ക് മാത്രമൊന്നല്ല കേട്ടോ, മറ്റ് പല കാര്യങ്ങളിലേക്കും. നമുക്കറിയാം, നമ്മളെ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് പിന്നെ നല്ല പ്രായത്തിൽ കല്യാണമൊക്കെ കഴിച്ച് പ്രസവിച്ച് കുട്ടികളൊക്കെ ആയി ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 32 വയസ്സൊക്കെ ആവും. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ 21 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 32 വയസ്സ് വരെ ഫാമിലി, ഓൺലി ഫോർ ഫാമിലി ആയിരുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയത്. 3 PG എടുത്തത്, ഇപ്പോഴാ PhD ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ആരെങ്കിലും ചോദിക്കായിരിക്കും. പക്ഷെ എനിക്ക് ഡോക്ടർ ദീപ്തിനൊക്കെ അറിയപ്പെടാനൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് അതൊരു സന്തോഷമായതുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഡോണ്ട് ഓവർ സ്റ്റഫ് ചെയ്യരുത്. നമുക്കറിയാം, ബുഫേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കാണുന്ന ഫുഡിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ചപ്പാത്തി എടുക്കും, പിന്നെ വെള്ളയപ്പം എടുക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നെയ്ച്ചോറ് എടുക്കും, ചിക്കൻ പൊരിച്ചത്, മട്ടൺ, ബീഫ്, ഫ്രൂട്ട്സ്, സാലഡ്സ് എല്ലാം കൂടി എടുത്ത് അവസാനം തിന്നു കഴിഞ്ഞ് അവസാനം പോയി വീട്ടിലേക്ക് നടക്കുമ്പോൾ വിചാരിക്കും, ഷോ തിന്നണ്ടില്ലായിരുന്നു, നാശം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ അതേപോലെ ആവരുത് നമ്മളുടെ ലൈഫ്. ഓവർ സ്റ്റഫ് ചെയ്യരുത്. നമ്മൾ എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും കയറിയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒന്നും മുന്നോട്ടേക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എപ്പോഴാണോ നമുക്ക് ഓവർ സ്റ്റഫ്ഡ് ആയി എന്ന് തോന്നുന്നത്, അപ്പം മെല്ലെ മെല്ലെ കുറച്ച് അങ്ങ് അഴിച്ചു കളയണം, എന്നിട്ട് റിലാക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കൂ. അടുത്ത കാര്യം എന്താന്ന് വെച്ചാല്, മാനേജ് പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ മാനേജ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നാളെ എനിക്ക് PhDന്റെ കാര്യത്തിൽ കുറച്ച് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് കുറച്ച് കുറ്റബോധമുണ്ട്. കാരണം ഞാനത് 2 വർഷം കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരിക്കലും സമയം കിട്ടില്ല. അതേക്കുറിച്ച് പറയുന്ന ഒരു പിന്നെ കോട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എഴുത്തുകാരിയാണ് ആ കോട്ട് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് വെച്ചാൽ, എനിക്ക് സമയം കിട്ടിയിട്ട് എഴുതാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സമയം കിട്ടിയാലും നിങ്ങൾ എഴുതാൻ പോകുന്നില്ല. അത് സത്യമാണ്. നമുക്ക് ഒരുപാട് സമയം കിട്ടിയാൽ നമ്മൾ എഴുതുമെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ നമുക്ക് സമയം കിട്ടിയ അപ്പോൾ സമയമില്ലാത്തപ്പോൾ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ സമയം കിട്ടിയാലും നമ്മൾ എഴുതാനൊന്നും പോകുന്നില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒട്ടും സമയമില്ലാത്തപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്. ഞാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എഴുതിയത് കൊണ്ടാണ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. പിന്നീട് എൻ്റെ അമ്മ എൻ്റെ വീട്ടിലേക്ക് വരികയും എനിക്ക് കൂടുതൽ സമയം കിട്ടുകയും ചെയ്തു. സത്യം പറയട്ടെ, കൂടുതൽ സമയം കിട്ടിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം എൻ്റെ അമ്മ പെട്ടെന്ന് എന്നെ വിട്ടുപോയി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ആ സമയമൊക്കെ ഞാൻ കുറച്ചും കൂടെയൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിക്കൂടായിരുന്നു. ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ല, അടുത്ത് വരും എന്ന് ഞാനിങ്ങനെ ശരിക്കും ദുഃഖിക്കും. കൂടുതൽ സമയം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. സമയം നമ്മൾ ഇല്ലാത്തപ്പോൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കറിയാം, 32 വയസ്സിൽ 2 വയസ്സുള്ള ഒരു മോളും 12 വയസ്സുള്ള മറ്റൊരു മോളും, ഒറ്റയ്ക്കൊരു കുടുംബവും, ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയും, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് മാറ്റവും എല്ലാം കൂടി ആയ സമയത്താണ് ഞാൻ 3 PG ഒരുമിച്ച് അടുപ്പിച്ച് ചെയ്തത്. ഒരു സമയമില്ലായിരുന്നു, അപ്പൊ ചെയ്തു. കൂടുതൽ സമയം കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളതെന്ന് എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അടുത്തത്, നമ്മൾ ഡിറ്റർമിൻ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. എല്ലാം കൂടെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോഴാണ് നമ്മളൊരു അനാലിസിസ്, നമ്മൾ എല്ലാം കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. പ്രയോറിറ്റൈസേഷനെ കുറിച്ച് ഒരു ദിവസം എടുക്കാനുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഫയർ ഫൈറ്റിംഗ് ആദ്യം ചെയ്യണം, എന്നിട്ടേ ബാക്കിയുള്ളതിനും പോകാവൂ എന്ന് പറയുന്നത് പോലെയാണ് പ്രയോറിറ്റൈസേഷൻ. പിന്നെ ലേൺ ടു സേ നോ പറയാൻ നമ്മൾ പഠിക്കണം. നോ പറയാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ഓവർ സ്റ്റഫ്ഡ് ആയി പോകും. നമ്മളുടെ ഓഫീസിൽ എല്ലാ ജോലികളും നമ്മളെ തലയിലേക്ക് വെച്ച് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കും. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടി, അവൾക്ക് കൊടുത്ത് അവളെല്ലാം ചെയ്തോളും. എന്നെ കുറിച്ച് പറയുന്നതാ. ഞാൻ ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അന്ന് ഞാൻ പറയട്ടെ, ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്തില്ല. സ്കൂളായിരുന്നു എൻ്റെ ലോകം. അതായത് നമ്മൾ നോ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയേണ്ട വിധത്തിൽ നോ പറയണം. നല്ല ചിരിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി, ഇത് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവില്ല സർ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. എങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും.
പിന്നെ ടൈം മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഡെലിഗേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഓഫീസർ ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ പോയി തല കടത്താതെ നമ്മൾക്ക് ഇന്ന പണികൾ ഇന്ന ആള് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇയാൾക്ക് ഇന്ന കഴിവുണ്ട്, അയാളെ കുറിച്ച് ഒരു സോട്ട് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ചില പണികൾ, പിന്നെ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പണികൾ അയാൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് എപ്പോഴും പോയി അവരെങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാതെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവരെ പുകഴ്ത്തുകയും എന്തെങ്കിലും നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണം. എനിക്കിപ്പോൾ ഡെലിഗേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഡെലിഗേഷൻ ആണ് എനിക്ക് അധികവും ചെയ്യാനുള്ളത്, കോർഡിനേഷൻ ആൻഡ് ഡെലിഗേഷൻ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മൾട്ടി ടാസ്ക് ഓർ നോട്ട് എന്നാ ചോദിക്കുന്നത്. മൾട്ടി ടാസ്ക് ചെയ്യണോ വേണ്ടയോ എന്നാണ്. അപ്പൊ ശരിക്കും എനിക്ക് പറയാനുള്ളത് മാനേജ് മൾട്ടി ടാസ്കിങ് എന്നാണ്. മാനേജ് മൾട്ടി ടാസ്കിങ്. ചില ആൾക്കാരുണ്ട് പിന്നെ ഓൺലൈൻ മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടൊക്കെ ഇരിക്കും. മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടാവും ഫോൺ ചെയ്ത് ചോദിക്കുന്ന എന്തൊക്കെയാണ് മീറ്റിംഗ് പറഞ്ഞത്, എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അത് ശരിക്കും നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അവിടെ ഇരിക്കുന്ന ആളുകൾ കാണും, പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ മൾട്ടി ടാസ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. ചിലപ്പോൾ നമ്മൾ ലേഡീസ് അടുക്കളയിൽ മൾട്ടി ടാസ്കിങ്ങിന്റെ രാജാക്കന്മാരാണ് നമ്മൾ, അല്ലെ? നമ്മൾ ഒരുപാട് പണികൾ പിന്നെ ഒരുമിച്ച് ചെയ്യും. പക്ഷെ ചില സമയത്തൊക്കെ പാലൊക്കെ തിളച്ച് തൂവി പോകാറില്ലേ, അടിയിലൊക്കെ പിടിക്കാറില്ലേ? അതിന്റെ അർത്ഥം എന്താ വെച്ചാല് അവിടെ മൾട്ടി ടാസ്കിങ് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകും. ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ റീകണക്ട് എയ്റ്റ് ആണത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും. ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും? പാട്ട് കേൾക്കും. ചിലപ്പോൾ കരോക്കെ വെച്ചിട്ട് പാടാനുള്ള പാട്ട് പഠിക്കും. ചിലപ്പോൾ പോഡ്കാസ്റ്റുകൾ കേൾക്കും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കും. ചില സമയത്ത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കും, വെറുതെ നടക്കും. വെറുതെ വായി നോക്കി നടക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. നമ്മളെതിരെ വരുന്ന ആൾക്കാരൊക്കെ വിഷ് ചെയ്ത് അവരോടൊക്കെ സംസാരിച്ച് അങ്ങ് നടക്കാനായിരിക്കും തോന്നുക. അപ്പോൾ എന്താണോ തോന്നുന്നത് അതേപോലെ ചെയ്യണം. പിന്നെ മൾട്ടി ടാസ്ക് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്രാന്തായി പോയതാവനെന്നൊന്നും നമ്മളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കരുത്. ആ രീതിയിലുള്ള ഒരു മൾട്ടി ടാസ്കിങ്ങും കൂടെ നമ്മൾ ശീലിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ തിരക്കിന്റെ 11th അവറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുകയില്ല, ഉറങ്ങുകയില്ല. നെവർ സ്കിപ്പ് ഫുഡ് ആൻഡ് സ്ലീപ്പ്. നമ്മളെ ഈ ഒരു രീതിയിൽ ആരോഗ്യവാന്മാരായി നിലനിർത്തുന്നതിൽ ഏറ്റവും പങ്കുള്ളതാണ് ഫുഡ്, സ്ലീപ്പ്, പിന്നെ എക്സസൈസും. എക്സസൈസ് നമ്മൾ ശരിക്കും തുടക്കം മുതലേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ പലരും അസുഖങ്ങൾ വന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിനും നമ്മൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾ എന്താ, കുറച്ച് ഏജ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. പിന്നീട് അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ അന്ന് മുതൽ നടന്നിനെ എനിക്ക് BP വരില്ല, അന്ന് മുതൽ നടന്നിനെ എനിക്ക് ഷുഗർ വരില്ലായിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഹോസ്പിറ്റൽസിൽ വലിയ വലിയ ബിൽസ് ഒക്കെ അടയ്ക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഷുഗറും കൊളസ്ട്രോളും BP ഒക്കെ മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് രാവിലെ ഒരു അരമണിക്കൂർ നടന്നാൽ മതി. ആ അരമണിക്കൂർ നടത്തത്തിലൂടെ അന്നത്തെ ഒരു ദിവസം മുഴുവനും നിങ്ങൾ റെജുവിനേറ്റഡ് ആയിരിക്കും, നല്ല എനർജി ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ നിർത്താനൊക്കെ തോന്നലുണ്ട്. പക്ഷെ ആ നടത്തം കൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ, അത് ഇല്ലാതാകുമ്പോൾ ഒരു ഉറക്കം തൂങ്ങി പോലെ ഞാൻ ആയി പോകുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നടക്കും. പലപ്പോഴും നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും അടുക്കളയിലെ തിരക്കുകളൊക്കെ ഉണ്ടാവും. എങ്കിലും അത് നടന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്ന് തോന്നുന്നത് കൊണ്ട് നടക്കും. ഇനി ഞാൻ നമ്മളെ റീകണക്ട് എയ്റ്റിനെ പറ്റിയിട്ട് മാത്രം പറയാം. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്യും, എനിക്കറിയാം, നമ്മൾ ഓരോരുത്തരും ചെയ്യും. അപ്പൊ റീകണക്ട് എയ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ലൈഫ് കൊഞ്ഞാട്ടായി പോകും. അതുകൊണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നും കൂടി ഒന്ന് ഊന്നി പറയാം. കണക്ട് വിത്ത് പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സമയമല്ലെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ചിരിക്കുകയും വീക്കെൻഡ്സിൽ സിനിമയ്ക്കോ ബീച്ചിലോ പാർക്കിലോ എവിടെ ബന്ധുക്കളെ വീട്ടിലോ ഒക്കെ പോകുകയും ചെയ്യണം. റീഡിങ് ചെയ്യണം. അത് റീകണക്ട് എയ്റ്റിൽ വരുന്നതാണ്. നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരാളുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാനൊന്നും സാധിക്കില്ല. പിന്നെ കഴിയുന്നവർ, എഴുതാൻ കഴിവുള്ളവർ എഴുതണം. നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ. നമ്മളെ എഴുതിയ പുസ്തകങ്ങൾ ഇവിടെ ജീവിക്കില്ലേ നമ്മൾ പോയാലും. അതുകൊണ്ട് കഴിവുള്ളവരൊക്കെ ഇതിലേക്ക് എഴുതാനുള്ള കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്, എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾക്കൊരു പേഴ്സണൽ പ്രോജക്റ്റ് വേണം എപ്പോഴും. ഒരു പേഴ്സണൽ പ്രോജക്റ്റ്, അതായത് ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ PhD ചെയ്യും,
ഞാന് ഒരു 2 വർഷം കൊണ്ട് ഒരു പുസ്തകം എഴുതും, അല്ലെങ്കിൽ ഞാൻ 2 വർഷം കൊണ്ട് ഒരു യൂട്യൂബിൽ ഇത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യും, പിന്നെ ഇത്ര പ്രസംഗങ്ങൾ നടത്തും, പിന്നെ ഇത്ര പാട്ടുകൾ പാടും. ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ? ഇതിലൊക്കെ ഏതിലെങ്കിലുമൊക്കെ നമുക്ക് കഴിവില്ലാതിരിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കണം. എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ. അമ്മ മരിച്ചപ്പോൾ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു വെച്ചാൽ അമ്മേന്റെ കൂടെ കുറച്ചും കൂടി സമയമൊക്കെ ചെലവഴിക്കായിരുന്നു എന്നുള്ള സങ്കടം. ഞാൻ എന്റെ അമ്മേന്റെ കൂടെ ഒരുപാട് സമയമൊക്കെ ചെലവഴിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ അമ്മേനെ ടൂറ് കൊണ്ടുപോകലും അമ്മയെ പൊന്നുപോലെ നോക്കലും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ സമയത്തിന്റെ കാര്യത്തിൽ ഒരു സങ്കടമുണ്ട്. കുറച്ചും കൂടെ സമയം അമ്മയ്ക്ക് കൊടുക്കായിരുന്നു. അമ്മ എപ്പോഴും എന്റെ സമയം ആഗ്രഹിച്ചിരുന്നുണ്ടായിരുന്നില്ലേ. ഞാൻ വൈകി വരുമ്പോഴത്തേക്ക് അമ്മ പറയും, നീ എന്തൊരു വൈകിട്ടാടി വന്നത് എന്ന് പറയും. ഇന്ന് പോവാനുണ്ടോ? എല്ലാ ദിവസവും രാവിലെ ചോദിക്കും. റെഗുലർ ആയിട്ട് ജോലിക്ക് പോകുന്ന എന്നോട് ചോദിക്കുന്ന എല്ലാ ദിവസവും ചോദിക്കുന്ന ചോദ്യമായിരുന്നു. അപ്പൊ നമ്മള് ആരും മരിച്ചു പോകാനൊന്നും കാത്തു നിൽക്കാതെ തന്നെ നമ്മളെ കൂടെയുള്ള എല്ലാവരെയും നമ്മൾക്ക് അങ്ങ് സ്നേഹിച്ചു കൊന്നേക്കാം. അതിനുവേണ്ടി നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന റീകണക്ട് ഡേറ്റിലുള്ള ആ സാധനങ്ങൾ ആ സമയം നമ്മളങ്ങ് എടുത്തു പിന്നെ ഉപയോഗിക്കുക. അമ്മേനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക, പിന്നെ അമ്മേനെ ഒന്ന് സുന്ദരി എന്ന് പറഞ്ഞ് ചുണ്ടൊക്കെ ഇങ്ങനെയാക്കി. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു സമാധാനം കിട്ടും. പിന്നെ റിലാക്സേഷൻ, ഇത് ഉറക്കമല്ല ഞാൻ പറയുന്നത്. അത് നമ്മളുടെ പിന്നെ റെജുവിനേറ്റ് ഏറ്റിലാണ്. പക്ഷെ റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം നമ്മൾ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ എന്നിങ്ങനെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യണം. നമ്മുടെ ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിനുള്ള വ്യായാമമായിട്ട് ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും. കോൺസെൻട്രേഷൻ ഇല്ലാതാവുക, പിന്നെ തിരക്കാകുമ്പോൾ തല കറങ്ങുക, പിന്നെ ദേഷ്യവും പിന്നെ സങ്കടമൊന്നും മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, മെഡിറ്റേറ്റിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടി എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ട കോഴ്സസ് നമ്മൾ പഠിക്കണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അവരൊരു കോഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഡിപ്ലോമ ചെയ്യും, ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ ഒരു ഡിപ്ലോമ. നമുക്കതൊന്നും അറിയില്ലായിരുന്നു. നമുക്ക് ഇനിയും ചെയ്യാം. എന്താണ് നമ്മളുടെ പ്രൊഫഷണൽ ഗോൾ എന്ന് ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് നമ്മളിത് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത കുറച്ച് സമയം വേണം. ഒരു പ്ലാനിങ്ങും ഇല്ല. അതായത് ഒരു അൺപ്ലാൻഡ് ടൈമും നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാം, ഒന്നും ചെയ്യാണ്ടിരിക്കാം. അങ്ങനെ മടിച്ചികളായിട്ട് മഴയൊക്കെ നോക്കിയിട്ട് നല്ല കുളിരൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ആ ഒരു സമയവും നമ്മൾക്ക് നല്ല ഒരു റിജുവിനേറ്റ് ഏറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കഥ പറയാം. ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കാം. അപ്പൊ മാഷ് വന്നിട്ട് പിന്നെ സാർ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത്? അവരൊരു വലിയ കോഴ്സ് ചെയ്യുന്നവരാ. അപ്പൊ പറഞ്ഞു, പ്രോജക്റ്റ് അസൈൻമെന്റ്, പിന്നെ പേപ്പർ പ്രസന്റേഷൻ എല്ലാം കൂടെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സാർ, ഞങ്ങൾക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, നിങ്ങളൊരു ഗ്ലാസിന്റെ ടംബ്ലർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ എന്നിട്ട് അതിനകത്തേക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഒരു 2 പിന്നെ മില്ലിമീറ്റർ മുതൽ ഒരു 5 മില്ലിമീറ്റർ വരെയുള്ള ഇങ്ങനെ ഉരുളൻ കല്ലുകളില്ലേ, ആ കല്ലുകൾ അതിനകത്തേക്ക് ഇടാൻ പറഞ്ഞു. അവരതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു, അത് നിറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ആ നിറഞ്ഞു സാർ. ആര് പറഞ്ഞു നിറഞ്ഞു എന്ന് പറഞ്ഞു സാറ്. എന്നിട്ട് അവരെന്ത് വെച്ചാല് നമ്മളെ മെറ്റൽ ഉണ്ടല്ലോ, കരിങ്കല്ല് ചെറിയ പീസാക്കിയ ചില്ലി എന്ന് പറയും നമ്മള്, ആ ചില്ലി എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കുറച്ച് കുട്ടികളോട് പറഞ്ഞു അത് ഇടുന്ന് പറഞ്ഞു. അപ്പൊ അതിട്ട് കുലുക്കിയൊക്കെ ഇടാൻ പറഞ്ഞു. അപ്പൊ അവരതിനകത്തേക്ക് ചില്ലി ഇട്ടു. ഈ ടംബ്ലർ നിറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു, ആ നിറഞ്ഞു. എവിടെ? ഇനിയും നമുക്ക് പലതും ഇടാം അതിനകത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറച്ച് പൂഴി ഇങ്ങ് എടുത്തോന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിലൊക്കെ കൂടുതൽ പൂഴി എടുത്തിട്ട് അതിനകത്തേക്ക് ഇടാൻ പറഞ്ഞു. അപ്പൊ അതിനകത്തേക്ക് ഇട്ട് കുലുക്കി നിറച്ചപ്പോ ചോദിച്ചു, ഇത് നിറഞ്ഞോ? അപ്പൊ അവർ പറഞ്ഞു, ആ നിറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു. അപ്പൊ അതിനകത്ത് വെള്ളവും കൊള്ളുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പിന്നെ സ്റ്റോറിയില് നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സമയമുണ്ട്. ഈ ടംബ്ലറിന്റെ ഉള്ളിലുള്ള സ്പേസ് പോലെ നമ്മൾക്ക് ഒരുപാട് സമയമുണ്ട്. ഈ ടംബ്ലറിനകത്തേക്ക് നമ്മൾ ആദ്യമേ കൊണ്ടുപോയിട്ട് പൂഴിയാണ് ഇടുന്നതെങ്കിലോ, വേറെ എന്തെങ്കിലും നമുക്ക് അതിൽ നിറയ്ക്കാൻ പറ്റുമോ?
ഇല്ല. അപ്പോ ഈ ടംബ്ലറിനകത്ത് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ഉരുളൻ കല്ലുകളാണ് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ഫയർ ഫൈറ്റിംഗ് മോഡിൽ നമ്മൾ ചെയ്യേണ്ടത്. പരീക്ഷ എടുക്കുമ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം പൂഴിയാകുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റീൽസ് കാണുന്നു, ട്രോള് ചെയ്യുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു, അങ്ങനെ നമ്മളെ മൂഡ് കളയുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? നമ്മളുടെ സമയം എന്തായി പോകും? വേസ്റ്റ് ആയി പോകും. അങ്ങനെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേണം നമ്മളെ ടൈം ആകുന്ന ചഷകം നമ്മൾ നിറയ്ക്കാൻ. എന്നിട്ട് ബാക്കി വരണം സമയം, അതിനകത്ത് ഇനിയും സ്ഥലം ബാക്കി വരണം വെള്ളം ഒഴിക്കാൻ വേണ്ടി. ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമാണ്. അതുകൂടി നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള ഒരു സ്ഥലം അതിലുണ്ടാവണം. ആ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്തില്ല, ഒരിക്കലും നമുക്ക് സമയം നഷ്ടപ്പെടില്ല. ഇത് സമയം വളരെ കുറവായതുകൊണ്ട് നിങ്ങളെ അടുത്തുനിന്ന് ആരെടുത്തൊന്നും ഞാൻ ഒരു കാര്യവും എലിസിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഞാനങ്ങ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ള രീതിയിൽ പോവുകയായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഒരു കഥയിലൂടെ നമ്മൾക്ക് എങ്ങനെ പേഴ്സണലൈസേഷൻ ഓഫ് ടൈം, ഓരോ ഏജിലുള്ളവർക്ക് ടൈം മാനേജ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രസന്റിൽ എപ്പോഴും ഒരു പുവർ പേഴ്സണാലിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്, കാരണം നമ്മൾ അൺപ്രിപ്പയർഡ് ആണ്, അങ്ങനെ ആവരുത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പിന്നെ നമ്മളുടെ 24 മണിക്കൂറിനെ നമ്മൾ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത് 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി, നമ്മളെ വർക്കിംഗ് അവേഴ്സ്, പിന്നെ ഏതായിരുന്നു പറഞ്ഞത്? നിങ്ങൾ പറയോ? വെരി ഗുഡ്. പിന്നെ റീകണക്ട്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പിന്നെ നമ്മൾ അത് മനസ്സിലാക്കുകയും വേണം. നമ്മളെ കാരണം റീകണക്ട് 8ന് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യുന്നു? റീകണക്ട് 8 എപ്പോഴും സഫർ ചെയ്യുന്നത്, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും അല്ലെ. പിന്നീട് ഞാൻ ടൈം മാനേജ്മെന്റ് ക്വാഡ്രന്റിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഫയർ ഫൈറ്റിംഗ് നമ്മൾ ചെയ്യും, അർജന്റും ഇമ്പോർട്ടന്റും ആയിട്ടുള്ളത് നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നോട്ട് അർജന്റും നോട്ട് ഇമ്പോർട്ടന്റും നമ്മൾ ചെയ്യും. ടൈം വേസ്റ്റ് അല്ലെ. സോഷ്യൽ മീഡിയ ഒന്നും ആരും പറയുന്നു വേണ്ട, നമ്മൾ ഉപയോഗിച്ചോളും. പിന്നെ ഡിസ്ട്രാക്ഷനും ഒരു പരിധി വരെ നമ്മൾ ചെയ്യും. എന്താണ്? ഏർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് അല്ല, അതും പക്ഷെ നമ്മൾ ഒരു ഏർജന്റ് മാതിരി അങ്ങ് ചെയ്യും. നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയതും നോട്ട് ഏർജന്റ് ആയിട്ടുമുള്ള ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ വിചാരിക്കണം, സെൽഫ് മോട്ടിവേഷൻ വേണം. അതിനുള്ള ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും ഉപയോഗപ്പെട്ടെങ്കിൽ ഞാൻ ധന്യയായി. അപ്പോൾ നിങ്ങളുടെ സമയമാകുന്ന ചഷകം നിങ്ങളുടെ ഭാവിയിലെ നല്ല കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കാനുള്ള, മുത്തുകൾ കൊണ്ട് നിറയ്ക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു ദീപ്തി മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു പുഴ ഒഴുകണ പോലെ, എന്താ പറയാ, നല്ല എനർജറ്റിക്കും അതേസമയം നല്ല സൗമ്യമായതും കേൾക്കാൻ ഇമ്പമുള്ളതും ഒക്കെ ആയ ഒരു വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ദീപ്തി മാം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. മാമിന്റെ വെർസറ്റൈൽ പേഴ്സണാലിറ്റി പോലെ തന്നെയായിരുന്നു വെർസറ്റൈൽ ടോപ്പിക് എന്ന് പറയാം. ടൈമിനെ കുറിച്ച് പറഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, എങ്ങനെ സന്തോഷിക്കണം എന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും കേട്ടതുമാണല്ലോ. അപ്പോ എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറിനുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് നേരത്തേക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഏത് രീതിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഇതിലായിട്ട് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയാ മെസ്സേജ് എന്ന് പറയാം. നമ്മളുടെ താല്പര്യം എന്തായിരിക്കണം എന്നുള്ളതാണ്. റീൽസ് കാണണോ അതോ ആവശ്യമുള്ളത് കാണണോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാവുന്നതാണ്. പലർക്കും ഇനി അടുത്തൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ.
മാം, ഞാൻ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചോട്ടെ. PhD ചെയ്യുന്നു എന്ന് പറയുമ്പോ അതെങ്ങനെയാ മാം മാനേജ് ചെയ്യുന്നത്? ഈ എന്താ പറയാ, ടീച്ചർ ആണെന്നും കൂടെ അല്ലേ പറഞ്ഞത്? അപ്പൊ അത് ഏത് യൂണിവേഴ്സിറ്റിയാ, എങ്ങനെയാന്നൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ജോലി ചെയ്യുന്നവർക്ക് ഉള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പാർട്ട് ടൈം PhD ഉണ്ട്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സബ്ജക്ട് ഏത്? ഞാൻ എഡ്യൂക്കേഷനിലാണ് ചെയ്യുന്നത്. നമ്മൾക്ക് അതിന് ഒന്നുകിൽ എൻട്രൻസ് എഴുതണം, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ഉണ്ടായാൽ മതി. പക്ഷെ ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് നമ്മൾക്കൊരു ഗൈഡിനെ കണ്ടുപിടിക്കണം. ഗൈഡ് പിന്നെ വില്ലിംഗ് ആയിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ മാം. ഇപ്പൊ നെറ്റ് ബേസ്ഡ് ആണല്ലോ ഇതെല്ലാം, അങ്ങനെ എൻട്രൻസ് ഉണ്ട് മാം, എൻട്രൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഞാനൊരു UP സ്കൂൾ ടീച്ചറാണ്. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹമുള്ള കാര്യമാണ് PhD. നടക്കുമോ എന്നുള്ള ആശങ്കയുള്ളൂ. തീർച്ചയായിട്ടും നടക്കും. ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ കൂടെ ഞാൻ 4 വർഷം കഴിഞ്ഞ്. ഓക്കെ, താങ്ക് യു മാം. മാം ഒരു പുസ്തകം സജസ്റ്റ് ചെയ്തു, ദൈവത്തിന്റെ ചാരന്മാര്. അതുപോലെ ഒരു പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വളരെ കുറച്ച് സമയം മാത്രം വായനയിലേക്ക് നീക്കി വെക്കുന്ന ആളുകൾക്ക് മസ്റ്റായിട്ടും വായിക്കേണ്ട ഒരു 4-5 പുസ്തകങ്ങളും കൂടെ പറയാമോ? നിങ്ങളെ ഉദ്ദേശിക്കുന്നത് രസിച്ച് വായിക്കാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ അത് പിന്നെ ഒരു ക്ലാസിക് സ്റ്റൈൽ ആയണം. പൈങ്കിളി നോവലല്ല ഉദ്ദേശിച്ചത്. എന്നാൽ പിന്നെ വളരെ ബുക്ക് എടുത്താൽ താഴെ വെക്കാൻ തോന്നാത്ത അങ്ങനെ പോകുന്നതും അതും വേണം. ഇപ്പൊ ആടുജീവിതം പോലെയുള്ള ആടുജീവിതം ഒക്കെ പോലെ. ഓക്കെ, പറഞ്ഞുതരാം. ഞാൻ അങ്ങനെയുള്ളതേ വായിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിലത്ത് വെച്ച് കളയും. വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വിലായത്ത് ബുദ്ധ. എന്താ വിലായത്ത് ബുദ്ധ, അടിപൊളിയാ. വിലായത്ത് ബുദ്ധ. പിന്നെ നമ്മളെ രാജശ്രീ എന്ന് പറഞ്ഞിട്ട് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അടിപൊളിയാ. ഇതൊക്കെ എന്റർടൈൻമെന്റ് ആണ് കേട്ടോ. സെൽഫ് ഹെൽപ്പ് ബുക്സ് വേറെ ഉണ്ട്. അത് നമ്മൾ നന്നാവുന്നുണ്ടെങ്കിൽ അതും കൂടെ വായിക്കണം. അതും കൂടെ പറയണം. അതില് നമ്മുടെ അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ പറഞ്ഞു. പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമൊക്കെ ഉണ്ട്. നമ്മൾ എന്താഗ്രഹിച്ചാലും നേടിയെടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് എന്താന്ന് വെച്ചാൽ നമ്മള് പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുക എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യൂല. ഞാൻ അങ്ങനെയാണ് ചെയ്യാതായി പോകുന്നത്. വീടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാൻ പഠിക്കുകയും ക്ലാസ് എടുക്കുകയും എഴുതുകയൊക്കെ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ മാത്രം സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഒന്നും ചെയ്യണ്ട. പക്ഷെ അതിൽ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു കൊല്ലത്തേക്ക് അത് ഒരുപാട് സമയമായി. അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നല്ല രീതിയിൽ അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നുണ്ട്. മാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. ഈ ടൈം മാനേജ്മെന്റ് ആണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പൊ അതിന് പറ്റിയ വല്ല കോഴ്സുകളും ഉണ്ടോ? ടൈം മാനേജ്മെന്റിന് പറ്റിയ കോഴ്സുകൾ അങ്ങനെ കോഴ്സുകളായിട്ടൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങനത്തെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ മോട്ടിവേറ്റഡ് ആവോ? ഇന്നിപ്പോ എന്റെ ക്ലാസ് കേട്ടപ്പോ നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആയോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ തീർച്ചയായിട്ടും മാം. അപ്പൊ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ആ മോട്ടിവേഷൻ ലെവൽ താഴേക്ക് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സസും നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കാണുക. അതുപോലെയുള്ള പുസ്തകങ്ങള്, ടൈം മാനേജ്മെന്റ് പുസ്തകങ്ങൾ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അത് വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ വെറും സീരിയസ് ആയി പോരുത്. അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല നമുക്ക് രസിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. വെറുതെ നടക്കുക, അതൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുക, ടൂർ പോവുക, അതൊക്കെ കൂടി ചെയ്യണം. ഒരു എന്താ പറയാ, 2 സൈഡും നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് PhD പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാം, അടുത്ത ഒരു സെഷൻ പ്രോബ്ലം സോൾവിംഗിൽ ചെയ്യാൻ പറ്റുമോ? ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഞാൻ ചെയ്യാം. ഇവരെന്നെ വിളിച്ചാലല്ലേ ചെയ്യാം. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. ദീപ്തി മാം, അടിപൊളി സെഷൻ. കാരണം ഹലോ. നമുക്കൊരു സംശയവും ഇല്ല. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ആ ഒരു ഡേയില് തിരിക്കുന്നത് 8 hours ആയിട്ട് തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. നമ്മളെപ്പോഴും
മറന്നു പോകുന്നത് ആ റീകണക്ട് ചെയ്തിട്ട് തന്നെയാണ്. അതിൽ കുറച്ചൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ലൈഫ് തന്നെ മാറും. ലൈഫ് കളർഫുൾ ആക്കാൻ സാധിക്കുന്നത് ആ ഒരു 8 hours തന്നെയാണ്. ബാക്കി രണ്ടും പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തായാലും ചെയ്യാതിരിക്കില്ല. ചെയ്യേണ്ടത് ഒരു മസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് എന്തായാലും നിർബന്ധിതരായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. പക്ഷെ ബാക്കിയുള്ള ആ 8 hours നമ്മൾ എങ്ങനെ പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ തന്നെയാണ് ലൈഫ് കളർഫുൾ ആക്കാൻ പറ്റുന്നത്. പിന്നെ ആ ടെക്നിക്ക് ടൈം ക്വാഡ്രന്റ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഫുൾ ടൈം കളയുന്നതും മേജർ ടൈം നമ്മൾ പോകുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ്. അതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾക്ക് നമ്മളുടെ ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ ടൊമാറ്റോ ടൈമർ ഇതാണ്. അതെ, അപ്പൊ അതും നല്ലൊരു ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മള് മിക്കവാറും മൊബൈലിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ആ മൊബൈൽ എടുത്തിട്ട് അലാറം ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ ഇരുന്ന് പോകും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവമാണെങ്കിൽ നമ്മളെ റിമൈൻഡ് ചെയ്യാൻ പഴയ അലാം ആണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് ഒരു ആ ഒച്ച കേട്ടിട്ട് നെട്ടി എണീറ്റ് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായി മുന്നോട്ട് പോകാനും സാധിക്കും അങ്ങനെയുള്ള ഒരു സംഭവം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പോ നല്ല ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു, നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അതിനോടൊപ്പം 2 കഥകളും കൂട്ടിച്ചേർത്തു. വളരെ ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റിയ ജയശ്രീ മാം പറഞ്ഞ മാതിരി ഒരു ഒഴുക്ക് പോലെ നല്ല വോയിസ് മോഡുലേഷനും ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു. മെനി മെനി താങ്ക് യു ഗീത. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ടെങ്കിൽ പറയാം. ദീപ്തി മാം, ഓ, വളരെ നന്നായിരുന്നു, വളരെ യൂസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ്. മാത്രമല്ല കഥ പറയാനുള്ള ആ ഒരു കഴിവ് വളരെ ഭംഗിയായിട്ട് അത് ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതിലും വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മാമിന്റെ നെക്സ്റ്റ് സെഷൻ എപ്പോഴാണ് ഇനി? ഇവരെന്നെ കുറെ മുന്നേ വിളിച്ചതാ, ഞാൻ ഒഴിഞ്ഞു മാറി ഇപ്പൊ വന്നതാ. പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മാം. ഓക്കെ, ആരാണ്? ശ്യാം PV ആണ്. ശ്യാം. ഓക്കെ, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ മടിച്ചിരിക്കും. ദീപ്തി മാഡം, ഹലോ. ഹലോ രാജേഷ് സാർ. ഓക്കെ, ഞാൻ മംഗലാപുരത്താണ്. ഇങ്ങനെ ഇന്നൊരു യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടി. ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല സെഷൻ, പലപ്പോഴും പല സെഷനും കേൾക്കാറുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല ഇംപ്രസീവ് ആയി. എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇത്തരത്തിലൊരു സെഷൻ, അതും സമയോചിതമായിട്ട് ഈ ഒരു സമയത്ത് എല്ലാവർക്കും ജീവിതത്തിൽ ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്വാർട്ടർ ഇതിനെ അല്ലെങ്കിൽ 3ആയിട്ട് തിരിക്കുന്നിടത്ത് പലപ്പോഴും ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലപ്പോഴും പലതും മാറ്റിവെക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഐ ഓപ്പണിംഗ് ആയിട്ട് നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. ഇനി പറയാനുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു മാം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. മാമിന്റെ ഒരു സാധാരണ ഒരാളുടെ ഒരു സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മാം പറഞ്ഞു തീർത്തു. മാമിന് എത്രയും വേഗം നല്ലൊരു ഡോക്ടറേറ്റ് കിട്ടി ഡോക്ടർ ദീപ്തി എന്ന് കാണാനുള്ള ഒരാഗ്രഹം ഇതിൽ കൂടെ പറഞ്ഞുകൊള്ളുന്നു. പറയുമ്പോൾ മാമിനെ ഒന്നും കൂടെ മോട്ടിവേറ്റഡ് ആയി ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്തു പോട്ടെ. കുറച്ചുകൂടെ വേഗം സ്പീഡപ്പ് ആക്കാമല്ലോ മാം. ഇപ്പൊ കുറച്ച് ലാഗ് ചെയ്യാന്ന് പറയുന്നുണ്ട്, അത് മാറ്റി കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കി മാമിനെ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണാൻ ആഗ്രഹിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന എല്ലാ പാർട്ടിസിപ്പൻസും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ജോസഫ് സർ, ജനറൽ സെക്രട്ടറി എന്ന സൈജു സർ, സലീന മാം, പ്രസിഡന്റ് ആണ് സലീന മാം, പോൾ പടയാട്ടി സർ, ജോൺ ബേബി സർ, എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ അവസാനം വരെ ഈ മീറ്റിംഗ് സക്സസ്ഫുൾ ആക്കി തീർത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ പേരിലും KCT പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.
താങ്ക് യു വൺസ് അഗെയിൻ. ലീവ് ചെയ്യട്ടെ. ഓക്കെ.